السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشاريه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. الحمد لله على صلاته ثم سلام الله مع صلاته. ബിസ്മി ചുരുങ്ങി പറഞ്ഞ് വെച്ചെങ്കിലും തുടർന്നുള്ള 2 ദിവസങ്ങളിൽ ജീലാനി ദിനത്തിന്റെ തിരക്കായതുകൊണ്ട് സമയം കിട്ടിയിട്ടില്ല. ഇന്ന് അല്പസമയം നമുക്ക് ഓതാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ബിസ്മി ചൊല്ലി തൊട്ടടുത്ത് മഹാനായ കവി പറയുന്നത് ഹംദും സ്വലാത്തും സലാമും. അൽഹംദുലില്ലാഹ്. അൽഹംദു സ്തുതി എന്ന് പറയുന്ന വസ്തുത, ലില്ലാഹ്, അത് അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. സ്തുതി എന്ന് പറയുന്നത് എല്ലാ സ്തുതിയും സാധാരണ നമ്മൾ അർത്ഥം വെക്കല്, അങ്ങനെ വെക്കാൻ കുഴപ്പമൊന്നുമില്ല. എല്ലാ സ്തുതിയും എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല അല്ലാഹുവിനെ സ്തുതിച്ചതും അല്ലാഹു തആല സൃഷ്ടികളെ സ്തുതിച്ചതും സൃഷ്ടികൾ അല്ലാഹുവിനെ സ്തുതിച്ചതും സൃഷ്ടികൾ പരസ്പരം സ്തുതിക്കുന്നതും ഇതിന്റെയൊക്കെ യഥാർത്ഥ അവകാശി അല്ലാഹുവാണ്. കാരണം അല്ലാഹു എല്ലാം തികഞ്ഞ സമ്പൂർണനാണ്. പടപ്പുകളെല്ലാവരും ഒന്നിനും കഴിവില്ലാത്തവരാണ്. അങ്ങനെയുള്ള അല്ലാഹുവിനെ സ്തുതിക്കുന്നത് അവൻ അർഹിക്കുന്നത് കൊണ്ട് തന്നെയാണ്. കാരണം എല്ലാം സമ്പൂർണമായവനായതുകൊണ്ട് അവനെ സ്തുതിക്കേണ്ടത് തന്നെയാണ്. അതേ സമയത്ത് അവന്റെ പടപ്പുകളിൽപ്പെട്ട അമ്പിയാക്കള് സ്വാലിഹീങ്ങളെയൊക്കെ അല്ലാഹു തആല സ്തുതിച്ചിട്ടുണ്ട്. ആ സ്തുതിക്കുന്നത് അത് അല്ലാഹു അവർക്ക് കൊടുത്തതാണ് അർഹത. സ്തുതിക്കാനുള്ള അർഹത അവർക്ക് അല്ലാഹു കൊടുത്തതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ അവരെ സ്തുതിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ അർഹൻ അല്ലാഹുവാണ്. ഇനി പടപ്പ് അല്ലാഹുവിനെ സ്തുതിക്കുന്നതോ അത് സ്തുതിക്കാൻ അർഹതപ്പെട്ടവൻ അല്ലാഹുവിനെ ഉള്ളൂ, വേറെ ആരുമില്ല. എന്നാൽ ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയെ സ്തുതിക്കുന്നതോ ഈ സൃഷ്ടിയെ സ്തുതിക്കാൻ അർഹമാക്കുന്ന നിലക്ക് വെച്ചത് അല്ലാഹുവാണ്. അപ്പൊ എല്ലാ സ്തുതിയും അല്ലാഹുവിനാണ്. അതൊരർത്ഥമാണ്. ഇനി അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ ലാമ് ഹഖീഖത്തിന്റെ ലാമ് എന്ന് പറയും. ആദ്യം പറഞ്ഞത് ഇസ്തിഗ്റാഖുൽ അഫ്റാദിന്റെ ലാമ് എന്നാണ്. സാങ്കേതികമായ മുതഅല്ലിമീങ്ങൾ ഇത് വിദ്യാർത്ഥികൾക്ക് പലപ്പെടാൻ വേണ്ടി പറയാണ്, സാധാരണക്കാർക്ക് ആശയം വേറെ പറയും. ഇപ്പോ എല്ലാ സ്തുതിയും എന്ന് പറഞ്ഞപ്പോൾ ലാമ ഇസ്തിഗ്റാഖിന്റെ ലാമ. ഇനി ഹഖീഖത്തിന്റെ ലാമാവുമ്പം വസ്തുത, സ്തുതി എന്ന് പറയുന്ന ആ വസ്തുത അല്ലാഹുവിന് മാത്രം അർഹതപ്പെട്ടതാണ്. മാറ്റാർക്കും അതിന്റെ അർഹതയില്ല. അപ്പൊ ആരെ സ്തുതിക്കുന്നു എന്നതൊന്നുമില്ല. സ്തുതി എന്ന് പറയുന്ന ആ വസ്തുത തന്നെ യഥാർത്ഥത്തിൽ അല്ലാഹുവെ അർഹിക്കുന്നുള്ളൂ. കാരണം എല്ലാം തികഞ്ഞ സമ്പൂർണ്ണൻ അല്ലാഹു തന്നെയുള്ളൂ, വേറെ ആരുമില്ല. അപ്പൊ അതുകൊണ്ട് സ്തുതി എന്ന വസ്തുത അല്ലാഹുക്ക് മാത്രമാണ് അർഹത. ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ടെങ്കിൽ അല്ലാഹു അവർക്ക് കൊടുത്തത് കൊണ്ട് അങ്ങനെ ഒന്നു എന്നല്ലാതെ അർഹത എന്ന് പറയാൻ കഴിയില്ല. ഇനി അതൊന്നുമല്ല, മൂന്നാമത്തെ സാധാരണ നമ്മൾ കേൾക്കാത്തൊരർത്ഥമുണ്ട്. അൽഹംദു എന്ന് പറഞ്ഞാൽ ആ നിശ്ചിത സ്തുതി എന്ന് പറഞ്ഞാൽ ആദിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനറിയാ ഞാൻ ആരാണെന്നും എന്നെ എങ്ങനെയാണ് സ്തുതിക്കേണ്ടത് എന്നും എന്റെ അടിയാറുകൾക്ക് അറിയില്ല. അതുകൊണ്ട് അക്കാര്യം ഞാൻ തന്നെ ഏറ്റെടുത്ത് നിർവഹിക്കുന്നു എന്ന നിലക്ക് അല്ലാഹു തആല അവന്റെ ഖദീമായ കലാമാവുന്ന ഖുർആൻ ശരീഫിലൂടെ പറയുന്നു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പടപ്പുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി, അള്ളാഹുവിനെ എങ്ങനെയാണ് സ്തുതിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അള്ളാഹു അവൻ തന്നെ സ്തുതിച്ചുകൊണ്ട് അവന്റെ കലാമാവുന്ന വിശുദ്ധ ഖുർആനിലൂടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹു എങ്ങനെയാണോ സ്തുതിച്ച് കാണിച്ചു തന്നത് ആ സ്തുതി, അതായത് അള്ളാഹു അർഹിക്കുന്ന രീതിയിലുള്ള യഥാർത്ഥ സ്തുതി, അത് അള്ളാഹുവിന് മാത്രമാണ്, വേറെ ആർക്കില്ല. അപ്പോൾ ലാമ ഇസ്തിഗ്റാഖിന്റെതും ലാമിൻ ഹഖീഖത്തിന്റെതും എന്നതിന്റെ പുറമെ ഈ അലിഫ് ലാമിനെ പറ്റി ലാമ് അഹദിന്റെ ലാമ് എന്നും പറയാം. ബഹുമാനപ്പെട്ട ഔലിയാക്കളുടെ
ഇമാമായ ബഹുമാനപ്പെട്ട ഇമാം മുർസി റളിയല്ലാഹു തആല അങ്ങനെ ഒരർത്ഥവും കൂടി പറഞ്ഞിട്ടുണ്ട്. അത് വളരെ അർഹതപ്പെട്ട ഒരർത്ഥമാണ്. ഇങ്ങനെ 3 വെക്ക. അപ്പൊ എല്ലാ സ്തുതിയും അല്ലെങ്കിൽ സ്തുതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അല്ലാഹു തആല അവന്റെ കലാമിലൂടെ അവനെ തന്നെ സ്തുതിച്ച് പടപ്പുകൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ആ സ്തുതി ഞാൻ സ്തുതിക്കുന്നു. അള്ളാഹുവിന് സർവസ്തുതിയും അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ടതാണ് എന്ന നിലക്ക് ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അലാ സിലാത്തിഹി, അവൻ ചെയ്തു തന്ന എണ്ണയാലൊടുങ്ങാത്ത ഒരു മനുഷ്യന് ഊഹിക്കാൻ പോലും കഴിയാത്ത അത്ര അനുഗ്രഹങ്ങൾ ചെയ്തതിന്റെ പേരിൽ അലാ നുഅമാഇഹി എന്നുള്ള അർത്ഥം. സിലാത്തു സിലാത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ. അപ്പൊ 2 അൽഹംദു എന്ന് പറഞ്ഞ മുബ്താന്റെ ഖബറായിട്ടില്ല എന്നത് വരുമ്പോൾ അലാ സ്വലാത്തിഹി എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഖബറായിട്ട് 2 ഖബറായിട്ട് അർത്ഥം വെക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അള്ളാഹുവിന് ആണ് എന്ന നിലക്കും അവനാണ് സ്തുതി. അതിന്റെ പുറമെ അലാ സ്വലാത്തിഹി അവൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങളുടെ മേലും. അപ്പൊ സ്തുതി 2 ജാതിയാണ്. ഒന്ന് അവൻ ചെയ്തു തന്ന നിഅമത്തിന് ശുക്രായി ചെയ്യുന്ന സ്തുതി, അതാണ് അലാ സ്വലാത്തിഹി എന്ന് പറഞ്ഞ രണ്ടാമത്തെ സ്തുതി. ഒന്നാമത്തെ സ്തുതി അള്ളാഹു ആണ് എന്ന നിലക്കന്നെ, അവൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ കൊണ്ടോ അല്ലാത്ത നിലക്ക് ഒന്നുമല്ല. അള്ളാഹു ആണ് എന്ന് പറഞ്ഞാൽ എല്ലാം തികഞ്ഞ സമ്പൂർണനാണ്, എല്ലാത്തിന്റെയും യജമാനനും ഉടമക്കാരനുമാണ് എന്നതുകൊണ്ട് ആ നിലക്ക് തന്നെ, വേറൊന്നും കൊണ്ടുമല്ല. രണ്ടാമത്തേത് അവൻ നമുക്ക് ചെയ്തു തന്ന നിഅമത്ത്. അപ്പൊ ആദ്യത്തെ ഹംദ് അള്ളാഹുവിനെ അള്ളാഹുവാണ് എന്നതുകൊണ്ട് സ്തുതിക്കുന്ന സുന്നത്തായ സ്തുതിയാണെങ്കിൽ, അവൻ ചെയ്തിരുന്ന നിഅമത്തിന് ശുക്ർ എന്ന നിലക്ക് സ്തുതിക്കുന്ന സ്തുതി ഫർളായ സ്തുതിയാണ്. അപ്പൊ 2 സ്തുതിയും, നിഅമത്തിന് പകരമായി ചെയ്യുന്ന സ്തുതിയും അള്ളാഹു എന്ന നിലക്ക് ചെയ്യുന്ന സ്തുതിയും, ആ സർവ്വസ്തുതിയും അള്ളാഹുവിനാണ് എന്നത് കൊണ്ട് ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അല്ലാതെ ഇങ്ങനെ അള്ളാഹ്ക്കാണ് സർവ്വസ്തുതിയും എന്ന് ഞാൻ പറയുന്നു എന്നല്ല. എല്ലാ സ്തുതിക്കും അർഹൻ നിഅമത്തിന്റെ മേലായാലും അള്ളാഹ് എന്ന നിലക്കായാലും എല്ലാ സ്തുതിയുടെയും യഥാർത്ഥ അർഹൻ അള്ളാഹു മാത്രമാകുന്നു എന്നർത്ഥമായി. ഇപ്പൊ ഖുർആൻ ഹദീസിലുണ്ട്, ഒരു നല്ല കാര്യം തുടങ്ങുമ്പോൾ ബിസ്മി കൊണ്ട് തുടങ്ങാഞ്ഞാൽ ബർക്കത്ത് കുറയും. മറ്റൊരു ഹദീസിലുണ്ട്, ഹംദ് കൊണ്ട് തുടങ്ങാതിരുന്നാൽ അത് മഹത്വം കുറയും, അല്ലെങ്കിൽ പ്രതിഫലം കുറയും, അല്ലെങ്കിൽ അത് കുഷ്ഠം പിടിച്ചതുപോലെയാണ് എന്നൊക്കെ അർത്ഥത്തിലുള്ള ഹദീസുകളുണ്ട്. ഇപ്പൊ ഈ 2 ഹദീസും അമൽ ചെയ്യുകയും അതോടുകൂടി ഖുർആൻ ആദ്യത്തിൽ ഫാത്തിഹ സൂറത്ത് കൊണ്ടാണല്ലോ ഖുർആൻ തുടങ്ങുന്നത്. അപ്പൊ അതിന്റെ തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ആദ്യം അള്ളാഹുവിന്റെ ഇസ്മി ചൊല്ലി എന്നിട്ട് വാവ് കൊണ്ട് അത്ഫ് ചെയ്യാതെ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയാതെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന്. അപ്പോ 2 കൊണ്ടും തുടക്കായി. എങ്ങനെ? ഒന്ന് യഥാർത്ഥത്തിൽ തന്നെ വസ്തുതാപരമായി തുടങ്ങി ബിസ്മി കൊണ്ടിട്ട്, രണ്ടാമത് അൽഹംദുലില്ലാ എന്നതുകൊണ്ട് വിഷയത്തിന്റെ ആദ്യത്തിൽ തുടങ്ങി. അപ്പൊ 2ഉം തുടങ്ങലുമായി. എന്നാ ഈ 2ഉം തുടങ്ങുമ്പോൾ തന്നെ ഖുർആനിൽ അല്ലാഹു തആല ഫാത്തിഹ സൂറത്തിൽ ആദ്യം ബിസ്മി ചൊല്ലി പിന്നീട് അൽഹംദു കൊണ്ട് തുടങ്ങിയതുപോലെ ആ ഖുർആനിന്റെ മാർഗം പിന്തുടർന്നുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 ഹദീസും അമൽ ചെയ്തുകൊണ്ടുള്ള തുടക്കമാണ് ബിസ്മി ചൊല്ലി ഹംദ് ചൊല്ലി. ഇനി ബിസ്മിയും ഹംദും ചൊല്ലിയപ്പോ ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും മുഅ്മിനീങ്ങളായ നമുക്ക് എന്തനുഗ്രഹം അല്ലാഹു ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയാണ്. ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസ് കാണാം, വല്ലാഹുൽ മുഅതി വ അനൽ ഖാസിം, എല്ലാ ഖൈറും ദുനിയവിയും ഉഖ്റവിയുമായിരിക്കുന്ന എല്ലാ ഖൈറുകളും തരുന്ന യജമാനൻ ഉടമക്കാരൻ അല്ലാഹുവാണ്. എന്നാൽ ഉടമക്കാരനും യജമാനനുമാവുന്ന അള്ളാഹുവാണത് തരുന്നതെങ്കിൽ വ അനൽ ഖാസിം, ഞാനാണത് വിഹിതിക്കുന്ന ആള്. അപ്പൊ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അള്ളാഹു തആല നൽകുകയും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അള്ളാഹുവിന്റെ അടിയാറുകളിൽ അത് വിഹിതിച്ച് നൽകുകയും ചെയ്യുന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അൽ വസീല എന്ന് പറയുന്നത്. നമ്മൾ ബാങ്കിന്റെ ദുആയിലൊക്കെ പറയില്ലേ, ആത്തി മുഹമ്മദനിൽ വസീല. അൽ വസീല എന്ന സ്ഥാനം അത് നമ്മൾ ദ്വാരക്കല്ല, നബിതങ്ങൾക്ക് അള്ളാഹു തആല കൊടുത്തതാണ്. അതായത് അള്ളാഹുവിൽ നിന്ന് അവന്റെ അടിയാറുകളിലേക്ക് എന്തൊക്കെ ഹൈറുകള് നിഅമത്തുകള് ലഭിക്കുന്നുണ്ടോ അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയാണ്. അപ്പൊ അള്ളാഹുവിന്റെയും മറ്റ് പടപ്പുകളുടെയും ഇടയിലുള്ള വസീലയാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയാണ് സൃഷ്ടികളായ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുന്നത് എന്നും
ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അത് നമുക്ക് വീതിച്ചു തരുന്നത് എന്നതുകൊണ്ടും ഈ കാര്യം ഏറ്റെടുത്ത് ജാഗ്രതയോടുകൂടി ഉത്തരവാദിത്വത്തോടുകൂടി നിർവഹിക്കുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മൾ നന്ദി ചെയ്യാൻ കടപ്പെട്ടു കഴിഞ്ഞു. അള്ളാഹു അതിന്റെ ഉടമക്കാരൻ എന്നുള്ളവർക്ക് അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരായതുപോലെ ആ കാര്യം നമ്മളിലേക്ക് എത്തിച്ചു തരുന്ന മാധ്യമം എന്ന നിലക്ക് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നന്ദി ചെയ്യൽ നമുക്ക് ബാധ്യതയായി. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, അള്ളാഹുവും അവന്റെ മലായിക്കത്തും സലാത്ത് നിർവഹിക്കുന്നു. എന്നാൽ മുഅ്മിനീങ്ങളെ നിങ്ങളും ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തും സലാമും നിർവഹിക്കുക. കാരണം നമുക്ക് കടമയാണ്. നമുക്ക് കിട്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയാണ് കിട്ടുന്നത് എന്നതുകൊണ്ട് നമ്മിലേക്ക് അനുഗ്രഹങ്ങൾ എത്തിച്ചു തരുന്ന ഇടയാളൻ എന്ന നിലക്ക് നന്ദി ചെയ്തുകൊണ്ട് അവിടത്തെ മേൽ സ്വലാത്തും സലാമും ചെല്ലണമെന്ന് അല്ലാഹു തആല പറയുന്നു. അല്ലാഹു തആല പറഞ്ഞത് സ്വല്ലു അലൈഹി, ആദ്യം സ്വലാത്ത് ചെല്ലാനും വസല്ലിമു തസ്ലീമ, തൊട്ടടുത്താണ് സലാം പറഞ്ഞത്. ആദ്യം സ്വലാത്തും പിന്നെ സലാം പറഞ്ഞത്. പക്ഷെ കവിതയിൽ നേരെ തിരിച്ചാ കാണുന്നത്. സുമ്മാ സലാമുല്ലാഹി മഅ സ്വലാത്തിഹി. ഇതിലൊരു അലങ്കാര പ്രയോഗമുണ്ട്. വാക്കുകൾ രണ്ടും ഒരുപോലെയാണ്, പക്ഷേ ഹറക്കത്ത് വ്യത്യാസം ഉണ്ടായിരുന്നു. മറ്റേ വിധത്തിൽ പറയുന്നത് അൽഹംദുലില്ലാഹി അലാ സിലാത്തിഹി. രണ്ടാമത്തെ വരി പറയുന്നത് സുമ്മ സലാമുല്ലാഹി മഅ സ്വലാത്തിഹി. ഇവിടെ സ്വലാത്താണെങ്കിൽ അവിടെ സ്വലാത്ത. സിലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ, ഞാമത്തുകൾ. സ്വലാത്ത് എന്ന് പറഞ്ഞാലോ, സ്വലാത്ത് എന്ന് പറഞ്ഞാലും ഒരർത്ഥത്തിൽ അനുഗ്രഹം തന്നെയാണ്. പക്ഷേ ആ അനുഗ്രഹം എങ്ങനെയാണ്? അർ റഹ്മത്തു അൽ മഖ്റൂനത്തു ബിത്തഅദീം, മഹത്തായ അങ്ങേയറ്റത്തെ ആദരവോട് കൂടി ചെയ്യപ്പെടുന്ന അനുഗ്രഹത്തിനെ സ്വലാത്ത് എന്ന് പറയുള്ളൂ. സിലാത്തിൽ അങ്ങനെ പ്രത്യേകതയില്ല. എല്ലാ അല്ലാഹു തആല ചെയ്തിരുന്ന എല്ലാ നിഅമത്തും സിലാത്താണ്. അത് ആദരവോട് കൂടിയാണെങ്കിലും വേണ്ടില്ല, അല്ലെങ്കിലും വേണ്ടില്ല, എല്ലാം പറ്റും. അതേ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അർ റഹ്മത്തു അൽ മഖ്റൂനത്തു ബിത്തഅദീം, മഹത്തായ ആദരവ്, അതിമഹത്തരമായിരിക്കുന്ന ആദരവോട് കൂടി ചെയ്യുന്ന. അപ്പോ അള്ളാഹ് ആദ്യം സ്വലാത്തില് പറയാൻ കവിതയുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് സലാം ആദ്യം പറഞ്ഞ് പിന്നെ സ്വലാത്ത് പറഞ്ഞു. എന്നാൽ അവിടെ തന്നെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ മാ ആണല്ലോ പറഞ്ഞത്. സുമ്മ സലാമുല്ലാഹി, അള്ളാഹുവിന്റെ സലാമത്ത് എന്ന് പറഞ്ഞാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീൻ ഖിയാമത്ത് നാൾ വരെ സുരക്ഷിതമായി നിലനിർത്തുകയും ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്തുതിയും വാഴ്ത്തലും ലോകത്ത് ഭൂമിയിലും ആകാശത്തിലും അല്ലാഹു തആല നിലനിർത്തലും അള്ളാഹുവിന്റെ പുണ്യനാമങ്ങൾ എവിടെയൊക്കെ പറയപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസ്മരിക്കലുമാവുന്ന ആ ദീനിന്റെ ഇലാഹ്, അതുപോലെ തന്നെ അവിടുത്തെ ദിക്റിന്റെ റഫ്അ്, ഇതാണ് സലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സലാം എങ്ങനെയാണ് മഅ സ്വലാത്തിഹി, അതോ സ്വലാത്തിന്റെ കൂടെയാണ്. അതിനൊരു പ്രത്യേകത ഉണ്ട് ആ പ്രയോഗത്തിന്. വലിയതിന്റെ കൂടെ ചെറിയ വരാം. രാജാവിന്റെ കൂടെ മന്ത്രിയും വന്നു പറയും, മന്ത്രിയുടെ കൂടെ MLA വന്നു പറഞ്ഞു. അതേസമയത്ത് MLA കൂടെ മന്ത്രി എന്ന് അറിയില്ല, അതുപോലെ മന്ത്രിയുടെ കൂടെ രാജാവ് എന്ന് അറിയില്ല. രാജാവിന്റെ കൂടെ മന്ത്രി വന്നു എന്നാ പറയുന്നത്. അപ്പൊ രാജാവ് മേലുള്ള ആള്, അയാളെ കൂടെ അയാളെ തൊട്ട് താഴെയുള്ള ആള് വന്നു എന്നാ പറയാ. എന്നതുപോലെ സ്വലാത്തിന്റെ കൂടെ സലാം എന്നത്. അപ്പൊ സ്വലാത്താണ് സലാമിനേക്കാൾ മഹത്തരമായത് എന്ന് പറയുകയും, എന്നാൽ കവിതയുടെ സൗകര്യത്തിന് വേണ്ടി ആദ്യം സലാം പറഞ്ഞ് പിന്നെ സ്വലാത്ത് ഇല്ലുകയും ചെയ്യും. ഇങ്ങനെ. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരി തന്റെ സഹീഹിൽ തഫ്സീറിന്റെ കിതാബ് തഫാസീർ എന്ന് പറഞ്ഞിട്ട് സഹീഹുൽ ബുഖാരിന്റെ ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് ഖുർആൻ ആയത്തുകൾ വ്യാഖ്യാനിക്കുമ്പോൾ താബീങ്ങളിൽ പ്രശസ്തനായ ഇമാം അബുൽ ആലിയ റളിയല്ലാഹു തആല അൻഹു സ്വലാത്ത് യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന് പറഞ്ഞ സ്വലാത്തിനർത്ഥം ഇമാം അബുൽ ആലിയ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് ബഹുമാനപ്പെട്ട മലായിക്കത്ത്, മലഉല്ലാലിയാവുന്ന ഉന്നതന്മാരായിരിക്കുന്ന മലായിക്കത്തിനിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മദ്ഹുകൾ, അവിടുത്തെ ഗുണഗണങ്ങളും മഹത്വങ്ങളും സ്ഥാനവലിപ്പങ്ങളും അല്ലാഹു തആല പറഞ്ഞ് പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു സ്വലാത്തില്ല എന്നറിയാതാ
റഹ്മത്തുൽ മഖ്റൂനത്തു ബിത്തഅലീം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. അള്ളാഹുവിനെ അർശിനെ ചുറ്റുന്നവരും അർശിനെ വഹിക്കുന്നവരുമാവുന്ന മലഉൽ-അഅല എന്ന് പറയുന്ന മലായിക്കത്ത്, അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും ആദരണീയരായ മലഉൽ-അഅലയാവുന്ന മലായിക്കത്തിനിടയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങളും ഗുണഗണങ്ങളും പറഞ്ഞ് അല്ലാഹു തആല അവിടത്തെ മദ്ഹ് ചെയ്ത് പ്രശംസിക്കുന്നു. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, ഈ മുഅ്മിനീങ്ങളെ നിങ്ങളും ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലുവീൻ. അപ്പൊ കിതാബുകളിലൊക്കെ ഇതിന് ശറഹ് ചെയ്ത് കാണുന്നത് ദുആ ചെയ്യാന്നാണല്ലോ. മുഅ്മിനീങ്ങൾ സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ ദുആ ചെയ്യലാണ്, മലായിക്കത്ത് സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ ഇസ്തിഗ്ഫാർ ചൊല്ലലാണ്. ഇതെതിരല്ല. എന്താണ് ദുആ ചെയ്യുന്നത്? അല്ലാഹു തആല നമ്മളോട് പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി, നിങ്ങൾ സ്വലാത്ത് ചൊല്ലുവീൻ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. നമ്മൾ എന്താ പറയുന്നത്? അല്ലാഹുമ്മ സ്വല്ലി അലൈഹി, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അല്ലാഹു സ്വലാത്ത് ചൊല്ലുമാറാട്ടെ, അല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്, ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അല്ലാഹുവേ നീ സ്വലാത്ത് ചൊല്ലണമേ എന്നാ പറയുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? നബി തങ്ങളെ അതിന്റെ മേലൊരു സ്തുതിക്കലില്ല. അതെങ്ങനെ? അല്ലാഹു തആല നമ്മളോട് പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തിക്കൊണ്ട് മലഉൽ-അഅലയാവുന്ന മലായിക്കത്തിനിടയിൽ തങ്ങളെ മദ്ഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളും മദ്ഹ് ചെയ്തോളി എന്ന് പറയുമ്പോൾ നമ്മളെന്താ പറയുന്നത്? ഇജ്ജന്നെ ചൊല്ലിക്കോളി എന്നല്ല പറയുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യഥാർത്ഥ മഹത്വവും യഥാർത്ഥ സ്ഥാനവും അവിടുന്ന് അർഹിക്കുന്നതായ പദവിയും ഞങ്ങൾക്കറിയില്ല. എത്രത്തോളമുണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വമെന്നും പദവിയെന്നും ആദരവെന്നും അറിയുന്നവൻ റബ്ബേ നീ മാത്രമാണ്. അതുകൊണ്ട് ആ തിരുനബി തങ്ങൾ അർഹിക്കുന്ന നിലക്ക്, അവിടത്തെ മഹത്വത്തിന് യോജിച്ച നിലക്ക്, അവിടത്തെ പദവിക്ക് അനുയോജ്യമായ നിലക്ക് നീ തന്നെ നിന്റെ ഹബീബിനെ മദ്ഹ് ചെയ്യണമേ എന്നാണ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്നതിനർത്ഥം. കാരണം അള്ളാഹ് പറയുന്നത് നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോളീന്ന്, സ്വല്ലു അലൈഹി, നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോളീ. നമ്മളെന്ത് പറയുന്നത്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, മുഹമ്മദ് നബിന്റെ പേര് ഇജ്ജ് സ്വലാത്ത് ചൊല്ലണം. ഇത് വാദപ്രതിവാദമല്ല. അള്ളാഹ് പറയാ നിങ്ങൾ ചൊല്ലിക്കോളീ, നമ്മൾ പറയാ ഇജ്ജ് ചൊല്ലിക്കോ. ഇങ്ങനെയാണോ? പ്രത്യക്ഷത്തിൽ അങ്ങനല്ലേ തോന്നുക? അല്ലാഹു തആല പറയുന്നത് ഞാൻ ചെല്ലുന്നുണ്ട്, എന്റെ മലായിക്കത്തും ചെല്ലുന്നുണ്ട്, നിങ്ങളും ചൊല്ലിക്കോളി എന്ന് പറയുമ്പോൾ നമ്മളെന്താ പറയുന്നത്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലെങ്കിൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, ഇതല്ലേ പറയുന്നത്. അപ്പൊ നേരെ നോക്കിയാൽ എന്താ? അള്ളാഹ് പറയാം നിങ്ങൾ ചൊല്ലിക്കോളി, നമ്മൾ പറയാം അള്ളാഹ് ഇജ്ജ് ചൊല്ലിക്കോ. ഇതിപ്പോ തീരുമാനമായിട്ടില്ലേ? നമ്മളാണോ തീരുമാനമായിട്ട് തമ്മിത്തർക്കാം? അല്ലല്ല, മറിച്ച് അള്ളാഹു സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനവും പദവിയും മഹത്വവും യഥാർത്ഥത്തിൽ അറിയൂ. അതുകൊണ്ട് നബി തങ്ങൾ അർഹിക്കുന്ന നിലക്ക് മലായിക്കത്തിനിടയിൽ അല്ലാഹു തആല നബി തങ്ങളെ പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നു, വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു, സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് നമ്മളോട് പറയുന്നു നിങ്ങൾ ഉമ്മത്തുകളാണ്, നിങ്ങൾക്കെല്ലാം ഖൈറും നബി തങ്ങൾ മുഖേനയാണ് ഞാൻ നൽകുന്നത്, അതുകൊണ്ട് തങ്ങളോട് നന്ദിയായ നിലക്ക് തങ്ങളെ നിങ്ങൾ സ്തുതിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് റബ്ബേ ഞങ്ങളുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഞങ്ങൾ തീരാത്ത കടപ്പാടുണ്ട്. പക്ഷേ തങ്ങളെ ഞങ്ങൾ വാഴ്ത്തുമ്പോൾ, അവിടത്തെ ഞങ്ങൾ സ്തുതിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവിടുത്തെ സ്ഥാനം ഞങ്ങൾക്കറിയില്ല അല്ലാഹ്. അപ്പൊ ഞങ്ങളുടെ ഈ സ്തുതിയും വാഴ്ത്തലും തങ്ങൾ അർഹിക്കുന്ന രീതിയിൽ ആയിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് പാവങ്ങൾക്കറിയില്ല. അതുകൊണ്ട് റബ്ബേ നിന്റെ അനുഗ്രഹം കൊണ്ട്, നിന്റെ ഔദാര്യം കൊണ്ട് ആ തങ്ങൾ അർഹിക്കുന്ന മഹത്വത്തിനും സ്ഥാനത്തിനും പദവിക്കും അനുസരിച്ച് നീ തന്നെ പുകഴ്ത്തേണമേ എന്ന അപേക്ഷയാണ്. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഞങ്ങൾ അങ്ങേയറ്റം സ്തുതിക്കുന്നു. കാരണം ഞങ്ങളോട് സ്തുതിക്കാൻ കഴിയാത്ത അത്രയും ഉയർന്ന സ്ഥാനത്താണ് നബി തങ്ങൾ ഉള്ളത്. ആ സ്ഥാനം ഞങ്ങൾക്ക് എത്താൻ കഴിയൂല. അത് റബ്ബാവുന്ന നിനക്ക് തന്നെ മനസ്സിലാക്കി അതിനനുസരിച്ച് അത് ചെയ്യാൻ കഴിയുള്ളൂ. അതെന്നെയല്ലോ അത്. അപ്പൊ നമ്മളും ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതാണ്. എന്താ അത് ചെയ്യുന്നത്? നബി തങ്ങളുടെ സ്ഥാനവും മഹത്വവും പദവിയും ഞങ്ങൾക്കറിയില്ല, അതറിയുന്ന നീ മാത്രമാണ്. ആ പദവിയും സ്ഥാനവും മഹത്വവും അറിയാതെ ഞങ്ങൾ സ്തുതിച്ചാൽ അത് യഥാർത്ഥത്തിൽ സ്തുതിയാവൂല. അപ്പൊ അത്രമാത്രം ഞങ്ങൾക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത മഹത്തായ സ്ഥാനത്തും പദവിയിലും ആണ് ഞങ്ങളുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉള്ളത്. അതുകൊണ്ട് തങ്ങൾ അർഹിക്കുന്ന നിലക്ക് റബ്ബേ നീ തന്നെ തങ്ങളെ സ്തുതിക്കണമേ എന്ന് പറയുമ്പോ ഏറ്റവും വലിയ സ്തുതിയായി. അപ്പൊ അള്ളാഹു തആല സ്തുതിക്കുന്നതും അത് തന്നെയാണ്. നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നതും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണ്. പക്ഷെ അള്ളാഹു തആല നബി തങ്ങൾ അർഹിക്കുന്ന നിലക്ക് സ്തുതിക്കുന്നു,
അതേ സമയത്ത് നമ്മൾ നബിതങ്ങളെ സ്തുതിക്കാൻ അർഹരല്ല, അത്രമാത്രം ഉന്നത സ്ഥാനത്തുള്ള ആളാണ് നബിതങ്ങൾ എന്ന് സമ്മതിച്ചുകൊണ്ട്, തങ്ങളെ സ്തുതിക്കാൻ അർഹത അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്ന് സമ്മതിച്ചുകൊണ്ട് നമ്മൾ അക്കാര്യം അള്ളാഹുവിനോട് പറയുമ്പോൾ ഞങ്ങളുടെ ഹബീബിന്റെ ദർജ ഞങ്ങൾക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നതിന് അപ്പുറമാണ് എന്ന സ്തുതി കൊണ്ട് നമ്മളും സ്തുതിക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ സലാമും. അപ്പൊ എന്താ, ഒരു സലാത്തും സലാമും നമ്മളും നബി തങ്ങളുടെ മേൽ ചെല്ലിയാൽ, തങ്ങൾ നമ്മൾ ചെല്ലിയാലും ചെല്ലിയിട്ടില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം ഓരോ സെക്കൻഡിലും അല്ലാഹു തആല പറഞ്ഞ് സൂറത്തിൽ വദ്ദുഹ വല്ലൈലി വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ. ഇതിന് ഇമാം റാസി തഫ്സീർ ചെയ്ത തഫ്സീറിന്റെ കൂട്ടത്തിൽ കാണാം, കഴിഞ്ഞു പോകുന്ന ഓരോ സെക്കൻഡിനേക്കാളും പുതിയ ഓരോ സെക്കൻഡുകളാണ് തങ്ങൾക്ക് ഖൈറ് എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനവും മഹത്വവും പദവിയും വർദ്ധിച്ചു 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 കൊണ്ടേയിരിക്കുകയാണ്. അറ്റമില്ലാത്ത നിലക്ക് ഓരോ സെക്കൻഡിലും അവിടുത്തെ ദർജകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. വിശദീകരിക്കാൻ സമയമില്ല, നമ്മൾ ചിന്തിച്ചു നോക്കുക. നിർത്താങ്ങൾ പറഞ്ഞൊരു ഹദീസിലുണ്ട്, മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു അജ്റു മിസ്ലു ഫായിലിഹി. ഒരു ഖൈറായ കാര്യം മറ്റുള്ളവരെ ഒരാൾ പഠിപ്പിച്ചാൽ അത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് തുല്യമായ പ്രതിഫലം അറിയിച്ച ആൾക്കുണ്ട്. ഈ ഒറ്റ ഹദീസ് പോരെ ഇത് മനസ്സിലാക്കാൻ? അതായത് ഈ ദുനിയാവിൽ എന്തൊക്കെ ഖൈറുണ്ടോ അതൊക്കെ അല്ലാഹു തആല അറിയിച്ചു കൊടുത്തിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. അപ്പൊ ദുന്യാവിൽ മശ്രിഖ് മഗ്രിബിടയിൽ മനുഷ്യനും ജിന്നുമാവുന്ന ബുദ്ധിജീവികളിൽ എന്തൊക്കെ ഖൈറ് ചെയ്തുകൊണ്ടിരിക്കുന്നോ അതിന്റെ ഒക്കെ പ്രതിഫലത്തിന് തുല്യമായ പ്രതിഫലം ഓരോ സെക്കൻഡിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓരോ സെക്കൻഡിലും എണ്ണിയാലൊടുങ്ങാത്ത എന്നല്ല ഊഹിക്കാൻ പോലും കഴിയാത്ത അത്രയും ദർജകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ആനിലും ഓരോ സെക്കൻഡിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർജ ഇങ്ങനെ കൂടി 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 എടുക്കുകയാണ്. അപ്പൊ ഓരോ സെക്കൻഡിലും ഈ ദർജ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ, കഴിഞ്ഞു പോയ ഓരോ സായത്തിനെക്കാട്ടും തങ്ങൾക്ക് ഖൈറ് പുതിയ പുതിയ സായത്തുകൾ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർജ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ സ്വലാത്ത് ചെല്ലിയാലും വേണ്ടില്ല, ചെല്ലിയിട്ടില്ലെങ്കിലും വേണ്ടില്ല, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർജ അറ്റമില്ലാതെ ഓരോ സെക്കൻഡിലും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മൾ ചെല്ലുന്നതിന്റെ ആവശ്യം എന്താണ്? ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഒരു സ്വലാത്ത് ചെല്ലിയാൽ 10 സ്വലാത്ത് അല്ലാഹു നമുക്ക് ചെയ്യും. ഒരു സലാം പറഞ്ഞാൽ 10 സലാം നമുക്ക് കിട്ടും. ഒരു സലാം എന്ന് പറഞ്ഞാൽ എന്താ? 10 ഹസനത്ത് കിട്ടും, 10 പുണ്യം ലഭിക്കും എന്നർത്ഥം. അതോടുകൂടി 10 ദോഷങ്ങൾ പൊറുക്കപ്പെടും. മൂന്നാമത് 10 പദവികൾ ഉയർത്തപ്പെടും. ഒറ്റ സ്വലാത്തിനാ പറയുന്നത്. ഒരു സ്വലാത്ത് നമ്മൾ ചെല്ലാൻ നമുക്ക് കിട്ടുന്ന എന്താണ്? 10 ഹസനത്ത് എഴുതപ്പെടും, 10 പാപങ്ങൾ സയ്യിഅത്തുകൾ പൊറുക്കപ്പെടും, 10 ദർജകൾ പദവികൾ ഉയർത്തപ്പെടും. ഒറ്റ സ്വലാത്തിന് 30 ഗുണങ്ങൾ. 10 ഹസനത്ത്, 10 മഗ്ഫിറത്ത്, 10 ദർജ. ഇങ്ങനെ എത്ര കണ്ട് നമ്മൾ സ്വലാത്ത് ചെല്ലുന്നോ ആ സ്വലാത്ത് ചെല്ലുന്നതിനനുസരിച്ച് നമുക്കതുകൊണ്ട് ഇങ്ങനെ ഗുണം കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടോ കിട്ടില്ല, നമ്മൾ ചെല്ലിയാലും കിട്ടും, ചെല്ലിയിട്ടില്ലെങ്കിലും കിട്ടും. തന്നെയല്ല ഓരോ സെക്കൻഡിലും നമ്മുടെ ദർജ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കണ്ണാടിക്ക് ടോർച്ച് അടിക്കും പോലെയാണ് നമ്മുടെ സ്വലാത്തിന്റെ ഉദ്ദേശം. നല്ല തെളിഞ്ഞ ഒരു കണ്ണാടിയിലേക്ക് നമ്മളൊരു ടോർച്ചടിച്ചാൽ അങ്ങോട്ട് അടിച്ച ലൈറ്റിനേക്കാൾ ശക്തിയായിട്ട് ഇങ്ങോട്ടത് പ്രതിബിംബിക്കും. ഇതാപ്പോ നമ്മളെ ലക്ഷ്യം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നമ്മളൊരു സ്വലാത്ത് ചെല്ലുമ്പോൾ ആ നബി തങ്ങളുടെ ദർജയും മക്കാനത്തും അനുസരിച്ച് നമുക്കതിന്റെ പ്രതിഫലം കിട്ടും. 1-ന് 30 ആയിക്കൊണ്ട്, ചുരുങ്ങിയ തോതിൽ 1-ന് 30 ആയിക്കൊണ്ട് നമുക്ക് ദോഷം പൊറുക്കലും ദർജ ഉയരലും അല്ലാഹു തആലയുടെ അനുഗ്രഹം ലഭിക്കലുമാവും. അങ്ങനെ എത്ര കണ്ട് മഹബത്തോടുകൂടി സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നോ അതുകൊണ്ട് ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ സാധിക്കും. ആ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വാക്കിന്റെ അർത്ഥം ഒന്നുകൂടി മാണി പറഞ്ഞാൽ അൽഹംദു സ്തുതി, അല്ലെങ്കിൽ എല്ലാ സ്തുതിയും, അല്ലെങ്കിൽ അള്ളാഹു സ്തുതിച്ച ആ സ്തുതി ലില്ലാഹ് അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ടതാണ്. അലാ സിലാത്തിഹി അവൻ ചെയ്തു തരുന്ന എണ്ണമറ്റ അനുഗ്രഹങ്ങളുടെ മേലും സർവസ്തുതിയും അള്ളാഹു മാത്രം അറിയിക്കുന്നവനാണ്. സുമ്മ അള്ളാഹുവിന്റെ സ്തുതിക്ക് ശേഷം സലാമുല്ലാഹി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സലാം സിലാത്തിഹി അല്ല സ്വലാത്തി, ഇവിടെ സ്വലാത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അള്ളാഹുവിന്റെ സ്വലാത്ത് ഉൾപ്പെടെ സലാമും സലാത്തും അതും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഞാൻ ചൊല്ലുന്നു. അപ്പൊ ഹംദ്, സ്വലാത്ത്, സലാം, ബിസ്മി
എന്നിവ ചൊല്ലിയതിനു ശേഷം ഇൻഷാ അല്ലാഹ് ഇനി വിഷയത്തിലേക്ക് കടക്കുക. അടുത്ത പാഠത്തിൽ ബാക്കി കാര്യങ്ങൾ, സംശയങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗകര്യം പോലെ വോയിസ് റെക്കോർഡായിട്ട് ചോദിച്ചിട്ട് അയച്ചാൽ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ അക്കാര്യം പറയുകയും ചെയ്യാം. അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. ഹൈറായ കാര്യങ്ങൾ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്തി അല്ലാഹു തആലാന്റെ പ്രതിഫലം നേടി ദുഃഖപര വിജയങ്ങൾ ലഭിക്കുന്നവരിൽ അല്ലാഹു തമ്പുരാൻ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത് അല്ലാഹു തആല നൽകി നമ്മെ നരകത്തിൽ പ്രവേശിക്കാതെ സ്വർഗപ്രവേശം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു തമ്പുരാൻ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഹബീബിന്റെ സിർക്കയിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനും അവിടത്തോടൊപ്പം സ്വർഗ്ഗലോകത്ത് ഒരുമിച്ചുകൂടി റബ്ബിന്റെ ലിഖാ കാണാനും അല്ലാഹു തആല നമുക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും